കഥയാരംഭിക്കുന്നത് 1987 ബെൻ കാഴ്സൺ എന്ന പേരുള്ള ഏറെ ഫേമസ് ആയ ഒരു ന്യൂറോ സർജനെ നമ്മൾ പരിചയപ്പെടുന്നു. അന്ന് ബെൻ കാഴ്സനെ ചീഫ് ഡോക്ടർ തന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയായിരുന്നു. ഒരു ദൗത്യം ബെൻ കാഴ്സനെ തേടി എത്തിയിട്ടുണ്ട്. എന്തെന്നാൽ തല കൂടിച്ചേർന്ന് സയാമീസ് ഇരട്ടകളായിട്ടുള്ള 2 കുട്ടികളുണ്ട്. ഓപ്പറേഷൻ നടത്തി അവരെ സെപ്പറേറ്റ് ചെയ്യിക്കാൻ ആരും തന്നെ തയ്യാറാവുന്നില്ല. അത്രമേൽ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സർജറിയാണത്. ബെൻ കാഴ്സന് ആ ദൗത്യം ഏറ്റെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചായിരുന്നു ചീഫ് ഡോക്ടർ ബെൻ കാഴ്സനെ സമീപിച്ചത്. എന്തായാലും പേഷ്യന്റിനെ നേരിൽ കണ്ട് പരിശോധിക്കാൻ ബെൻ കാഴ്സൺ തീരുമാനിച്ചു. ബെൻ അങ്ങനെ പുറപ്പെട്ട് ജർമ്മനിയിലേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ വെച്ചിട്ട് ആ കുട്ടികളുടെ പാരന്റ്സ് ആയ പീറ്ററിനെയും ഓഗസ്റ്റയെയും ബെൻ പരിചയപ്പെടുന്നുമുണ്ട്. പക്ഷേ ആ സയാമീസ് ഇരട്ട കുട്ടികളെ കണ്ടതും കാര്യങ്ങൾ എത്രമേൽ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് ബെൻ കാഴ്സൺ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. 1987 സൗകര്യങ്ങളും ടെക്നോളജിയും മാത്രമാണുള്ളത്. ആ സമയത്താണ് ബെൻ കാഴ്സൺ അത് പറയുന്നതും. ഈ കുട്ടികളുടെ ഓപ്പറേഷൻ നടത്തുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്നതായിരുന്നു അത്. ഏതെങ്കിലും ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട്. ഒരുപക്ഷെ 2 കുട്ടികളും മരണപ്പെട്ടേക്കാം. 2 ജീവനെ സംബന്ധിക്കുന്ന കാര്യമായതുകൊണ്ട് ബെൻ കാഴ്സണും അതിൽ നിന്ന് കൈയൊഴിയാൻ പോവുകയാണ്. നിസ്സഹായാവസ്ഥയും ഓപ്പറേഷനിലെ റിസ്കുകളും എല്ലാം ബെൻ കാഴ്സൺ ആ കുട്ടികളുടെ പാരന്റ്സിനോട് വിശദീകരിച്ചു. അതിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നു എന്ന തരത്തിൽ തന്നെയായിരുന്നു ബെൻ കാഴ്സന്റെ സംസാരവും. പക്ഷേ അന്ന് രാത്രിയിൽ ബെൻ കാഴ്സൺ ഒരുപാട് ആലോചനകളിലൂടെ കടന്നുപോയി. എല്ലാത്തിനും ഒടുവിൽ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായി ബെൻ കാഴ്സൺ മുമ്പോട്ട് വന്നു. ആ ഓപ്പറേഷൻ നടത്തുവാൻ ബെൻ കാഴ്സൺ തീരുമാനിച്ചു. പക്ഷെ അതൊരു സാധാരണ ഓപ്പറേഷൻ ആയിരിക്കില്ല. അത്രയധികം മണിക്കൂറുകൾ ദൈർഘ്യം വരുന്ന ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരു വലിയ സർജറി തന്നെ ആയിരിക്കും. അതിനുവേണ്ടി എങ്ങനെ കരുക്കൾ നീക്കണം, എങ്ങനെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യണം എന്നതിനെപ്പറ്റി ബെൻ കാഴ്സൺ പഠിക്കാനായി ആരംഭിച്ചു. സ്വയമേ തന്നെ ഈ കേസ് തനിക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്ന് ബെൻ കാഴ്സൺ തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ബെൻ കാഴ്സൺ അങ്ങനെ ഇരിക്കുമ്പോൾ ബെൻ കാഴ്സന്റെ ഓർമ്മകൾ പഴയ കാലത്തിലേക്ക് പോയി. വർഷം 1961 മിഷിഗണിലെ ഡെട്രോയിറ്റ് നഗരം. അവിടായിരുന്നു കുട്ടിയായിരുന്ന ബെൻ പഠിച്ചിരുന്നത്. എലമെന്ററി സ്കൂളിൽ പഠിക്കുന്ന സമയം ക്ലാസ്സിലെ തന്നെ ഏറ്റവും മോശം പഠിതാക്കളിൽ ഒരാളായിരുന്നു ബെൻ. അതിന്റെ പേരിൽ തന്നെ സ്കൂൾ കുട്ടികൾ പലരും അവനെ ഉപദ്രവിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കുറെയൊക്കെ ബെൻ സഹിക്കുമെങ്കിലും ഒരു ദിവസം ബെൻ അതിന് തിരികെ പ്രതികരിച്ചു. കളിയാക്കിയ കുട്ടിയെ ഇടിച്ചതിന്റെ പേരിൽ ബെന്നിന്റെ അമ്മ വരെ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിക്കപ്പെട്ടു. അന്ന് ബെന്നിന്റെ അമ്മയ്ക്ക് അത്യാവശ്യം ശകാരം കേൾക്കേണ്ടി വന്നു. കൂട്ടത്തിൽ ബെന്നിന്റെ ഗ്രേഡുകൾ വളരെ മോശമാണ് എന്ന് പറഞ്ഞതും ബെന്നിന്റെ അമ്മയെ വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു. ബെൻ ബുദ്ധിമാന്യമുള്ള കുട്ടിയാ, അവന് പഠന മികവൊന്നുമില്ല എന്ന തരത്തിൽ അന്ന് അധ്യാപകർ പറഞ്ഞെങ്കിലും ബെന്നിന്റെ അമ്മയ്ക്ക് മാത്രം അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. ബെന്നിനെ കൂട്ടിക്കൊണ്ടുവരുമ്പോ അമ്മ ബെന്നിനോട് പറഞ്ഞു, നീ ഒരിക്കലും ബുദ്ധിമാന്യമുള്ളതോ പഠിക്കാൻ കഴിവില്ലാത്തവനുമായ കുട്ടിയല്ല. നിനക്ക് നിന്റേതായ ഇന്റലിജൻസ് ഉണ്ട്. നീ അത് ഉപയോഗിക്കാൻ പഠിച്ചാൽ മാത്രം മതി. ദൈവം അതിന് നിനക്ക് വഴിയൊരുക്കും. അന്ന് രാത്രിയിൽ ബെന്നിന് ഹോംവർക്ക് ഉണ്ടായിരുന്നു. സംശയമുണ്ടായിരുന്ന ബെൻ അമ്മയോട് അത് ചോദിക്കാൻ ചെന്നു. പക്ഷേ ബുക്കിലുള്ളത് തനിക്ക് വായിക്കാൻ പറ്റുന്നില്ലെന്നും കണ്ണട വേണം എന്നും പറഞ്ഞ അമ്മ ഒഴിഞ്ഞു മാറി. യാഥാർത്ഥ്യം എന്തെന്നാൽ ബെന്നിന്റെ അമ്മ സോണിയക്ക് 3ാം തരം വിദ്യാഭ്യാസം മാത്രമാണുള്ളത്. നന്നായിട്ട് വായിക്കാൻ പോലും അവർക്കറിവില്ലായിരുന്നു. തന്റെ മകൻ അതുപോലെ ആവരുത് എന്ന് സോണിയ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടായിരുന്നു തനിക്ക് വായിക്കാൻ പോലും അറിയില്ല എന്ന കാര്യം മകൻ മനസ്സിലാക്കാതിരിക്കുവാൻ സോണിയ അതിൽ നിന്നും കണ്ണടയില്ലാതെ വായിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത്. പക്ഷേ അതേ സമയം തന്നെയാണ് ബെന്നിനും കാഴ്ചക്കുറവുണ്ടെന്നും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും സോണിയ മനസ്സിലാക്കുന്നത്. അതോടെ വളരെ പെട്ടെന്ന് തന്നെ സോണിയ മകനായി ഒരു ഗ്ലാസ് മേടിച്ചു കൊടുത്തു. കണ്ണട വന്നതോടെ ബെന്നിന് നന്നായി പഠിക്കാൻ സാധിച്ചു. അവന്റെ ഗ്രേഡുകളിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ബെന്നിന്റെ അമ്മയും വലിയ സന്തോഷത്തിലായിരുന്നു. സിംഗിൾ മദറായ ബെന്നിന്റെ അമ്മ ഒരിക്കൽ മക്കൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ബെന്നിനോടായി പറഞ്ഞു, നിന്റെ മുമ്പിലെ ഓരോ പ്രോബ്ലത്തെയും നിന്റെ ഇമാജിനേഷൻ കൊണ്ട് നീ ഡീല് ചെയ്യണം. എല്ലാം ഇരിക്കുന്നത് നിന്റെ ഈ തലച്ചോറിനകത്താണ്. അതുകൊണ്ട് തന്നെ ഇമാജിനേഷൻ കൊണ്ടും സാമർത്ഥ്യം കൊണ്ടും എന്തിനേയും അതിജീവിക്കാൻ സാധിക്കും. അങ്ങനെയിരിക്കെ ഒരിക്കൽ ബെൻ ചർച്ചിൽ പോയി. അന്ന് പാസ്റ്റർ മികച്ച ഒരു സ്റ്റോറി പറഞ്ഞിരുന്നു. തന്റെ ഇമാജിനേഷനിൽ അതിലെ ഡോക്ടർ ക്യാരക്ടറായി ബെൻ തന്നെ കരുതി. ആ കഥ ബെന്നിനെ വല്ലാതെ പ്രചോദിപ്പിച്ചിരുന്നു. അന്ന് വീട്ടിലെത്തിയ അവൻ തന്റെ മമ്മിക്കടുത്ത് തനിക്കൊരു ഡോക്ടറാകണം എന്ന് പറഞ്ഞു. ബെന്നിന്റെ ഏത് കാര്യത്തിനും കൂടെ നിൽക്കാൻ മമ്മിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതേ സമയം ബെന്നിന്റെ അമ്മ തന്റെ തന്നെ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അവർ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ ചെന്നു. വലിയ തോതിൽ വിഷാദരോഗം അവരെ പിടികൂടിയിരുന്നു. സൈക്യാട്രിസ്റ്റ് സോണിയയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ചെറുപ്പത്തിൽ സോണിയ അനാഥയായിരുന്നു. ഒരു ഓർഫനേജിലായിരുന്നു അവൾ താമസിച്ചിരുന്നതും. 13ാം വയസ്സിൽ
വയസ്സിൽ സോണിയ വിവാഹം കഴിച്ചു. ഓർഫനേജിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിരുന്നു സോണിയക്കത്. പക്ഷേ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്റെ ഭർത്താവിന് മറ്റൊരു ഭാര്യയും കുട്ടിയുമുണ്ട് എന്ന് സോണിയ തിരിച്ചറിഞ്ഞു. മക്കൾക്ക് വേണ്ടി അതറിഞ്ഞിട്ടും സഹിച്ച് സോണിയ അയാളുടെ കൂടെ നിൽക്കാൻ ശ്രമിച്ചു. മക്കൾക്ക് എപ്പോഴും ഒരു ഫാദർ ഫിഗർ വേണമല്ലോ. പക്ഷേ അവിടെയും കാര്യങ്ങൾ നിന്നില്ല. അവളുടെ ആ ഭർത്താവ് മയക്കുമരുന്നിന് അടിമയായിരുന്നു. ഒടുവിൽ എല്ലാം കൊണ്ടും സഹികെട്ടപ്പോ സോണിയ വിവാഹമോചനം നടത്തി വേറൊരു വീടെടുത്ത് മക്കളുമായി അങ്ങോട്ടേക്ക് മാറി. നിലവിൽ വാടകയ്ക്കാണ് സോണിയ ജീവിക്കുന്നത്. പക്ഷേ ജീവിത ചെലവുകൾ വർദ്ധിച്ചു വരുന്നു. നിലവിൽ അവൾ ഒരു ഹൗസ് മെയ്ഡായാണ് ജോലി നോക്കുന്നത്. വേലക്കാരിയായി ജോലി നോക്കിയ എത്രമാത്രം ശമ്പളം കിട്ടാനാണ്? മാത്രമല്ല നല്ലൊരു ജോലിക്ക് ശ്രമിക്കാൻ അവൾക്ക് വായിക്കാനോ എഴുതാനോ അറിയില്ല. തന്റെ മക്കൾ തന്നെ പോലാകുമോ? എഴുതാനും വായിക്കാനും അവർക്ക് വല്ലാതെ ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള ഭയവും സോണിയക്ക് കലശലായിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ വിഷാദ രോഗം സോണിയയെ വലിയ തോതിൽ പിടികൂടി. എന്തിനേറെ ആത്മഹത്യയെ പറ്റിപ്പോലും അവൾ ചിന്തിച്ചു തുടങ്ങി. അങ്ങനായിരുന്നു സൈക്യാട്രിസ്റ്റിനടുത്ത് അവൾ എത്തിച്ചേരുന്നത്. പക്ഷെ ആ സൈക്യാട്രിസ്റ്റ് നല്ല മനുഷ്യനായിരുന്നു. സോണിയയിൽ നിന്ന് വലിയ ഫീസൊന്നും വാങ്ങാതെ സോണിയയെ ചികിത്സിക്കാൻ അയാൾ സമ്മതിച്ചു. പകരം സോണിയക്കൊരു ജോബ് ഓഫറും അയാൾ നൽകി. പക്ഷേ ചികിത്സയ്ക്ക് സോണിയക്ക് ആശുപത്രിയിലേക്ക് മാറി നിൽക്കണം. അന്ന് രാത്രിയിൽ മക്കളോട് സംസാരിക്കുമ്പോ തനിക്ക് ജോലിയുടെ കാര്യത്തിന് ഒരാഴ്ച മാറി നിൽക്കേണ്ടി വരും എന്ന തരത്തിൽ സംസാരിച്ചു. മക്കളുടെ പെർമിഷനും അവർ വാങ്ങി. മക്കളുടെ ഉത്തരവാദിത്തം സിസ്റ്റർ സ്കോട്ടിനെ ഏൽപ്പിക്കാനായിരുന്നു സോണിയ തീരുമാനിച്ചത്. പക്ഷേ താൻ പോയി വരുമ്പോഴേക്കും മക്കളുടെ വിദ്യാഭ്യാസം ഇംപ്രൂവ് ചെയ്യാൻ ഒരു ടാസ്ക് കൂടി സോണിയ മക്കൾക്ക് കൊടുത്തു. തിരികെ വരുമ്പോഴേക്കും ഗുണന പട്ടിക മുഴുവൻ മനഃപ്പാടമാക്കി കൃത്യമായി പഠിച്ചു വെക്കണം എന്നതായിരുന്നു അത്. ഗുണനപ്പട്ടിക വലിയ പ്രയാസമുള്ള സംഗതിയായി കരുതിയിരുന്ന അവർ ഒരാഴ്ചയും കൊണ്ടൊന്നും അത് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അമ്മയുടെ വാക്കുകൾ ഉടനടി അവർക്കെതിരെ വന്നു. നന്നായി വർക്ക് ചെയ്യണം, കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കില്ല, മറിച്ച് ഗുണമേ ചെയ്യൂ. പിന്നാലെ തന്റെ ചികിത്സയ്ക്ക് വേണ്ടി സോണിയ ആശുപത്രിയിലേക്ക് പോയി. അമ്മയെ തങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നൊരു കുറിപ്പ് മക്കളെന്ന് സോണിയക്കായി എഴുതി കൊടുത്തു വിട്ടിരുന്നു. വായിക്കാൻ അറിയില്ലെങ്കിലും അത് കണ്ട് ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് സോണിയ വീട്ടിലേക്ക് തിരികെ എത്തി. അമ്മയെ കണ്ട് ബെന്നേറെ സന്തോഷിച്ചിരുന്നു. അന്നായിരുന്നു അവന്റെ മാത്സ് ടെസ്റ്റിന്റെ മാർക്കും വന്നത്. ഗുണനപ്പട്ടികളുടെ ടെസ്റ്റിൽ അവൻ എ ഗ്രേഡ് തന്നെ ലഭിച്ചിരുന്നു. തന്റെ മകന്റെ വളർച്ചയിലും പരിശ്രമത്തിലും സോണിയ ഏറെ സന്തോഷിച്ചു. ഈ സമയത്താണ് സോണിയയ്ക്ക് വലിയൊരു പ്രൊഫസറുടെ വീട്ടിൽ ജോലി കിട്ടുന്നത്. അവിടെ ആ പ്രൊഫസർക്ക് സ്വന്തമായി ഒരു ലൈബ്രറി തന്നെ ഉണ്ടായിരുന്നു. അത്രമേൽ ബുക്കുകളുള്ള ഒരു ലൈബ്രറി. സോണിയക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് മനസ്സിലാക്കിയ പ്രൊഫസർ സോണിയയെ എഴുതാനും വായിക്കാനും പഠിക്കാൻ സഹായിച്ചു. പ്രൊഫസറുടെ അടുത്ത് അത്രമേൽ ബുക്ക് കണ്ടിരുന്ന സോണിയ വീട്ടിലെത്തി മക്കൾക്കൊരു ടാസ്ക് നിർദ്ദേശിച്ചു. ലൈബ്രറിയിൽ പോയി ഓരോ ആഴ്ചയും 2 പുസ്തകം എടുക്കണം, അത് വായിക്കണം. അതിനുശേഷം അതിനെപ്പറ്റി ഒരു കുറിപ്പെഴുതി തനിക്ക് തരണം. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും സോണിയയുടെ വാക്കുകൾ മക്കൾ അംഗീകരിച്ചു. ലൈബ്രറിയിൽ പോയി ബുക്കുകൾ എടുത്ത് അവർ വായിക്കാൻ തുടങ്ങി. വായന ബെന്നിന്റെയും സഹോദരന്റെയും അറിവുകളിൽ വല്ലാത്ത സ്വാധീനം ചെലുത്തി. അതിന്റെ മാറ്റം അവരുടെ ക്ലാസ്സിലെ പെർഫോമൻസുകളിലും പ്രകടമായി അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. ചില ചോദ്യങ്ങൾ ടീച്ചർമാർ പറയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിൽ ബെന്നിനത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാൻ സാധിച്ചു. ലാബിലെ പല പരിപാടികളിലും ബെന്നിന്റെ മികവ് ടീച്ചർമാരെ വരെ അത്ഭുതപ്പെടുത്തി. മാത്രമല്ല സ്കൂളിലെ തന്നെ ഏറ്റവും മികച്ച ഗ്രേഡുകളിലേക്ക് ബെൻ ഉയർന്നു വന്നു. കൗമാര പ്രായം എത്തുന്നവരെ അവരുടെ ഈ ഹാബിറ്റുകൾ തുടർന്ന് പോന്നിരുന്നു. അതിന്റെ ഫലമായി 8th ഗ്രേഡിൽ നിന്ന് പാസ് ഔട്ട് ചെയ്യുമ്പോൾ ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് വരെ ബെന്നിനെ തേടിയെത്തി. തന്റെ മകൻ അവാർഡ് വാങ്ങുന്നത് അഭിമാനത്തോടെ കണ്ട് കാണികൾക്കിടയിൽ അവന്റെ അമ്മയുണ്ടായിരുന്നു. പക്ഷെ ബെന്നിന്റെ അവാർഡ് സ്കൂളിലെ വർണ്ണവിവേചന ചിന്താഗതി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ടീച്ചറിന് ഇഷ്ടപ്പെട്ടില്ല. കറുത്തവർഗക്കാരനായ ബെന്നിന് വരെ നിങ്ങളെയൊക്കെ മറികടക്കാൻ കഴിഞ്ഞു, അതും ഇത്രയും ദാരിദ്ര്യത്തിൽ നിന്ന് വന്നിട്ട് പോലും. നിങ്ങൾക്കൊക്കെ സ്വയം നാണക്കേട് തോന്നണം. ടീച്ചറിന്റെ ആ വാക്കുകൾ ബെന്നിന്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. സോണിയക്ക് അവർ പറഞ്ഞ വാക്കുകളോട് വെറുപ്പ് പോലും തോന്നിപ്പോയി. തന്റെ മക്കൾക്കു വേണ്ടി എന്തു ചെയ്യാനും തയ്യാറായിരുന്ന സോണിയ ജീവിത പശ്ചാത്തലം തന്നെ മാറ്റുവാൻ നല്ലൊരു വീട് വാടകയ്ക്കെടുത്തു. വംശീയ വിദ്വേഷം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളുകളുള്ള ആ സ്കൂളിൽ നിന്ന് ബെന്നിനെ മാറ്റി മറ്റൊരു സ്കൂളിലേക്ക് അവർ ചേർത്തു. കൂടുതൽ കറുത്ത വംശജർ പഠിക്കുന്ന ഒരു സ്കൂളായിരുന്നു അത്. ആ സ്കൂള് ബെന്നിന് നല്ല അനുഭവമായിരുന്നെങ്കിലും അവിടെയും ബെൻ ഉപദ്രവിക്കപ്പെട്ടിരുന്നു. കൂടുതലും അവന്റെ വസ്ത്രം എന്ത് മോശമാണ് എന്ന് പറഞ്ഞായിരുന്നു അവൻ കളിയാക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയ അവൻ അമ്മയ്ക്കടുത്ത് കുറച്ച് നല്ല വസ്ത്രങ്ങൾ വാങ്ങിത്തരാമോ എന്ന് ചോദിച്ചു. പക്ഷേ അതിനോടകം തന്നെ അത്യാവശ്യം കൊള്ളാവുന്ന വസ്ത്രങ്ങളായിരുന്നു ബെൻ ധരിച്ചിരുന്നത്. സോണിയ പറഞ്ഞു, നീ ധരിക്കുന്ന വസ്ത്രങ്ങൾ അത്രമേൽ വില കൂടിയതും പ്രീമിയവുമൊന്നുമല്ല, എന്ന് വെച്ച് ഏറ്റവും മോശവുമല്ല. അതുകൊണ്ട് പുതിയ വസ്ത്രം വാങ്ങേണ്ടുന്ന കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അമ്മയുടെ ആ വാക്കുകൾ ബെന്നിനെ ചൊടിപ്പിച്ചു. അമ്മയോട് അവൻ വല്ലാതെ ദേഷ്യപ്പെട്ടു. അന്നത്തെ ആ സംഭവം ബെന്നിനെ പറ്റി സോണിയയെ കൂടുതൽ ചിന്തിപ്പിച്ചു. ഒടുവിൽ തന്റെ ആകെയുണ്ടായിരുന്ന സേവിങ്സ് എടുത്ത് ബെന്നിനു വേണ്ടി അവർ കുറച്ച് വസ്ത്രം
വസ്ത്രം വാങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ ഇതേ സമയം മറുവശത്ത് തന്നെ കളിയാക്കുന്ന പയ്യന്മാരെ അതേ നാണയത്തിൽ കളിയാക്കി അവരെ അതിൽ തോപ്പിച്ച് ബെൻ അവരുടെ പ്രീതി പിടിച്ചു പറ്റി. അവരുടെ കൂട്ടത്തിലേക്കും ബെൻ ചേർക്കപ്പെട്ടു. ചെറിയ കുറ്റവാസനയൊക്കെ ഉണ്ടായിരുന്ന കൗമാര പ്രായത്തിലെ കുട്ടികളായിരുന്നു അവർ. ആ ഗ്രൂപ്പിലേക്ക് എത്തിയതോടെ ബെന്നിലേക്കും അത് പതിയെ പടർന്നു പിടിക്കാൻ ആരംഭിച്ചു. കുട്ടികൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന തരം ചെറിയ പേനാക്കത്തിയൊക്കെ ആയുധങ്ങളൊക്കെ ബെന്നിന്റെ കയ്യിൽ വന്നു ചേർന്നു. വീട്ടിൽ ഇതേ സമയം പ്രശ്നങ്ങൾ തുടരാൻ തുടങ്ങി. അമ്മ വാങ്ങിക്കൊടുത്ത അത്യാവശ്യം ഭേദപ്പെട്ട ഡ്രസ്സുകൾ ബെൻ ധരിക്കുന്നുണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ അമ്മ ബെന്നിനോട് വഴക്കടിച്ചപ്പോ അമ്മയോട് ദേഷ്യപ്പെട്ട ബെൻ അന്നമ്മയെ തല്ലാൻ വരെ കൈയോങ്ങി ചെന്നു. ബെന്നിന്റെ ചേട്ടനായിരുന്നു ബെന്നിനെ ഒന്ന് തടഞ്ഞു നിർത്തിയത്. കുറ്റവാസനയുള്ള കൂട്ടുകാരുമായുള്ള സൗഹൃദം ബെന്നിനെ മൊത്തത്തിൽ മാറ്റിമറിക്കുകയായിരുന്നു. ഒരിക്കലൊരു വാക്കുതർക്കത്തിനിടയിൽ കൂടെയുള്ള ഒരുത്തനെ തന്റെ കയ്യിലെ ആയുധം ഉപയോഗിച്ച് കുത്താൻ വരെ ബെൻ തുനിഞ്ഞു. ഭാഗ്യവശാൽ അവന്റെ ബെൽറ്റിലെ ബക്കളിലാണ് ആയുധം കൊണ്ടത് എന്നതുകൊണ്ട് ആ പയ്യനൊന്നും സംഭവിച്ചില്ല. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ബെന്നത് പ്രവർത്തിച്ചെങ്കിലും പിന്നീടുള്ള തിരിച്ചറിവ് ബെന്നിനെ ഭയപ്പെടുത്തിയിരുന്നു. ബെന്നോട് വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയ അവൻ കുറ്റബോധത്തിലും പേടിയിലും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ നിന്നായിരുന്നു ബെൻ പ്രാർത്ഥനകളുടെ ലോകത്തേക്ക് തിരിഞ്ഞത്. ബെന്നിന് അത് വലിയ ആശ്വാസം കൊടുത്തു. ബെൻ വീണ്ടും തന്റെ മുൻകോപവും ദേഷ്യവും കുറ്റവാസനയും ഒക്കെ മാറ്റി നല്ലൊരു മനുഷ്യനായി മാറി. പിന്നീട് വർഷം 1969 ബെന്നിന് യേൽ യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് കരസ്ഥമാക്കാൻ സാധിച്ചു. അവിടുത്തെ മെഡിക്കൽ സ്കൂളിലും ബെന്നിന് അഡ്മിഷൻ ലഭിച്ചു. ഒരു സർജനായി ബെൻ പഠിക്കാനും ആരംഭിച്ചു. അവിടെ വെച്ചിട്ടാണ് ബെൻ കാൻഡി റസ്റ്റിനെ പരിചയപ്പെടുന്നത്. ഇരുവരും തമ്മിൽ പെട്ടെന്നടുത്തു. ബെന്നിന്റെ ഓരോ ഘട്ടത്തിലും സഹായിക്കാനും ബെന്നിനെ പ്രചോദിപ്പിക്കാനും കാൻഡി കൂടെ തന്നെ ഉണ്ടായിരുന്നു. കാൻഡിയും ബെന്നും ലവേഴ്സായി മാറി. വളരെ വൈകാതെ തന്നെ മികച്ച മാർക്കോടെ ബെൻ ഒരു ന്യൂറോ സർജനായി മാറി. ആ ഒരു സമയത്താണ് തന്റെ പ്രിയപ്പെട്ട ലവർ കാൻഡിയെ ബെൻ പ്രപ്പോസ് ചെയ്യുന്നതും. പിന്നീട് വർഷം 1976 പഠനം കഴിഞ്ഞ ബെന്നിന് വർക്ക് ചെയ്യാൻ ഒരു ആശുപത്രിയിൽ കയറണമായിരുന്നു. അങ്ങനാണ് അന്നത്തെ കാലത്തെ ഏറ്റവും പ്രശസ്തമായ ജോൺസ് ഹോപ്കിൻസ് ഹോസ്പിറ്റലിന്റെ ഒരു ഇന്റർവ്യൂവിലേക്ക് ബെൻ എത്തിച്ചേരുന്നത്. ഒരു കൊല്ലത്തിൽ 2 പേരെ മാത്രമേ ആ ഹോസ്പിറ്റൽ സ്വീകരിക്കുകയുള്ളൂ. പക്ഷേ ബെന്നിന് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്ത് അവിടെ ജോയിൻ ചെയ്യാൻ സാധിച്ചു. ഒരു ന്യൂറോ സർജൻ എന്ന നിലയിൽ എല്ലാവർക്കും അവരവരുടെ തലച്ചോറ് വെച്ച് അത്ഭുതങ്ങൾ തീർക്കാൻ സാധിക്കും എന്ന് ബെൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഏവരും തന്നെ അമേസിംഗ് ആയ ടാലന്റുകൾ കൊണ്ട് ബ്ലെസ്ഡ് ആണ് എന്നും ബെന്നിന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങൾ അത്ര കംഫോർട്ടബിൾ ആയിരുന്നില്ല. എന്നിരുന്നാലും ഓരോ ഘട്ടത്തിലും തന്റെ ന്യൂറോ സർജൻ എന്ന പൊസിഷനിൽ മികവുകൾ കൊണ്ടുവരാനും അറിവുകൾ വളർത്താനും ബെൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഏവരും എപ്പോഴും ബെന്നിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ഏവരെയും ബെൻ സ്നേഹിച്ചു. ഏവർക്കും നല്ലത് വരാൻ ബെൻ ആഗ്രഹിച്ചു. ഓരോ ഘട്ടത്തിലും തന്റെ കഴിവുകളും ഇംപ്രൂവ് ചെയ്തുകൊണ്ടുവന്നു. അങ്ങനെയിരിക്കെയാണ് ബെന്നിന് മുമ്പിലേക്ക് ആ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വന്നത്. അന്ന് സൂപ്പർവൈസ് ചെയ്യാനോ ഡ്യൂട്ടിയിലോ മറ്റാരുമില്ല. ഇമ്മീഡിയറ്റ് സർജറിക്ക് ഒരു പേഷ്യന്റ് വന്നു. ന്യൂറോ സർജനായി അവിടുള്ളത് ബെൻ മാത്രമാണ്. ബെന്നിന് മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഹോസ്പിറ്റലിന്റെ മറ്റ് ഫെസിലിറ്റികളിലേക്ക് ഓപ്പറേഷൻ പോസ്റ്റ്പോൺ ചെയ്ത് അയാളെ മാറ്റാം, ഇല്ലെങ്കിൽ ധൈര്യത്തോടെ റിസ്ക് എടുത്ത് ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യാം. പക്ഷെ അതൊരു എളുപ്പമുള്ള ഓപ്പറേഷൻ അല്ല. അയാൾ മരണപ്പെടാനും ജീവിക്കാനും സാധ്യതയുള്ള റിസ്കിയായ ഓപ്പറേഷൻ ആണ്. മറ്റ് ഫെസിലിറ്റികളിലേക്ക് മാറ്റപ്പെട്ടാൽ അയാൾ മരണപ്പെടാൻ സാധ്യത കൂടുതലും. ബെന്നിനെ സൂപ്പർവൈസ് ചെയ്യാനോ നിർദ്ദേശം കൊടുക്കാനോ ആ സമയത്ത് ആശുപത്രിയിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും ബെന്ന് അപ്പത്തെ തോന്നലിൽ ആ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ബെൻ ആ ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്തു. വല്ലതും സംഭവിച്ചു പോയാൽ ബെന്നിന്റെ കരിയറിനെ തന്നെ അത് കുഴപ്പത്തിലാക്കിയേക്കാം. കാരണം സീനിയറിന്റെ നിർദ്ദേശമോ അനുവാദമോ ബെന്നിന് ലഭിച്ചിട്ടില്ല. പക്ഷെ ആ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി നടന്നു. ബെൻ ഭയന്നിരുന്നെങ്കിലും സീനിയർ അവനെ വഴക്ക് പറഞ്ഞില്ല. അവന്റെ കഴിവിനെ അഭിനന്ദിച്ചു. അവനെ ഇന്റേണിൽ നിന്ന് അവിടുത്തെ ഡോക്ടറായി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. 1985 ബെന്നിനെ തേടി ബെന്നിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായ ഒരു കേസ് എത്തുന്നത്. ഒരു ദിവസത്തിൽ 100-ലധികം തവണ അപസ്മാരം വരുന്ന ഒരു കുട്ടി. സംസാരം വരെ ആ കുട്ടിയുടെ ബാധിക്കപ്പെട്ടിരുന്നു. വളരെ റെയറായ ഒരു ന്യൂറോളജിക്കൽ ഡിസീസ് ആയിരുന്നു ആ കുട്ടിക്ക് പിടിപ്പെട്ടിരുന്നത്. ആ കുട്ടിയെ എത്രയും വേഗം സർജറിക്ക് വിധേയയാക്കണം, അല്ലാതെ മറ്റൊരു ഓപ്ഷനില്ല എന്ന് ബെൻ ആ കുട്ടിയുടെ പാരന്റ്സിനോട് പറഞ്ഞു. പക്ഷേ അത്രമേൽ റിസ്കുകൾ നിറഞ്ഞ ഒരു ഓപ്പറേഷനാണ് അത്. വന്നേക്കാവുന്ന ആപത്തുകളും ബാക്കി കാര്യങ്ങളും ബെൻ പാരന്റ്സിനോട് വിശദീകരിച്ചു. കൈവിറയ്ക്കാതെ കൈ അനങ്ങാതെ ഓരോ ഞരമ്പുകളും സൂക്ഷ്മമായി നോക്കി ഓപ്പറേഷൻ നടത്തണം. ഒടുവിൽ ആ പാരന്റ്സ് ബെന്നിനെ വിശ്വസിച്ച് ഓപ്പറേഷൻ നടത്താൻ
നടത്താമെന്ന് സമ്മതിക്കുന്നു. ദീർഘസമയം നീണ്ട ആ സർജറി ബെൻ അതിവിദഗ്ധമായി തന്നെ പൂർത്തിയാക്കി. അതിന്റെ പേരിലായിരുന്നു ആദ്യമായി മീഡിയ എക്സ്പോഷർ ബെന്നിനെ തേടി എത്തുന്നത്. അപൂർവമായ ആ രോഗം ഓപ്പറേഷനിലൂടെ ചികിത്സിച്ച് പൂർണ്ണമായി ഭേദമാക്കാൻ അന്ന് ബെന്നിന് സാധിച്ചിരുന്നു. ന്യൂറോ സർജൻസിനിടയിൽ ബെൻ ഫേമസ് ആയി മാറുന്നതും അവിടം തൊട്ടിട്ടാണ്. അതേ വർഷം തന്നെ ആയിരുന്നു ബെന്നിന്റെ ഭാര്യ കാൻഡി ഇരട്ടക്കുട്ടികളെ ഗർഭം ധരിച്ചിരുന്നതും. പക്ഷേ ചില കോംപ്ലിക്കേഷൻസ് കാരണം ഭാര്യയ്ക്ക് ഗർഭഛിദ്രം സംഭവിച്ചു. ബെന്നിനെ അത് വല്ലാതെ ദുഃഖിതനാക്കിയിരുന്നു. ഭാര്യയെ പരിപാലിച്ച് ബെൻ അടുത്തു തന്നെ നിന്നു. വളരെ ഇമ്പോർട്ടന്റ് സർജറികളൊക്കെ ബെന്നിനെ കാത്ത് മറുവശത്തുണ്ടായിരുന്നു. പക്ഷേ ഏറെ ധൈര്യവതിയായിരുന്ന കാൻഡി ബെന്നിനെ ആശ്വസിപ്പിച്ചു. ബെൻ ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് മറുവശത്ത് ജീവൻ പിടിച്ചു നിൽക്കുന്ന പേഷ്യൻസ് എന്ന് ബെന്നിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയവർ ബെന്നിനെ ജോലിക്കായി പറഞ്ഞയച്ചു. ആലോചനയിലായിരുന്ന ബെൻ ആലോചനയിൽ നിന്നുണർന്നിരുന്നു. മുമ്പ് ഇരട്ടക്കുട്ടികളെ ബെന്നിന് അത്തരത്തിൽ നഷ്ടപ്പെട്ടതാണ്. നിലവിൽ സയാമീസ് ഇരട്ടുകളായ കുട്ടികളുടെ ജീവിതം ബെന്നിന്റെ കയ്യിൽ വന്നു നിൽക്കുന്നു. ബെന്നിന് ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ ബെന്നിന്റെ അമ്മ എല്ലായ്പ്പോഴും പോലെ ബെന്നിനെ മോട്ടിവേറ്റ് ചെയ്തു. ഈ ലോകം മുഴുവൻ നിന്റെ തലയിലുണ്ടെന്നും ആലോചിച്ചാൽ നിനക്കുത്തരം കിട്ടുമെന്നും ബെന്നിന്റെ അമ്മ പറഞ്ഞു. അമ്മയുടെ വാക്കുകൾ ബെന്നിന് കൂടുതൽ കോൺഫിഡൻസ് നൽകി. ബെൻ കാര്യങ്ങൾ കൂടുതൽ വിശദമായി പഠിച്ചു. 50 പേരോളം വരുന്ന ഡോക്ടേഴ്സിന്റെയും സ്റ്റാഫിന്റെയും ഒരു ടീമുണ്ടാക്കി. ഓപ്പറേഷന്റെ ഘട്ടങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തു. 22 മണിക്കൂർ നീളുന്ന ശസ്ത്രക്രിയ. മുഴുവൻ ഡോക്ടേഴ്സിനെയും വിളിച്ചുകൂട്ടി ഓരോ ടീമിനും സംഭവിക്കാവുന്ന ഏറ്റവും മോശം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രാക്ടീസ് ചെയ്യാൻ ബെൻ അവരോട് നിർദ്ദേശിച്ചിരുന്നു. വൈകാതെ ജർമ്മനിയിൽ നിന്ന് ട്വിൻ കുട്ടികൾ അമേരിക്കയിലേക്ക് എത്തിച്ചേർന്നു. അതന്ന് വലിയ വാർത്തയായിരുന്നു. ബെൻ കുട്ടികളുടെ പാരന്റ്സിനോട് സംസാരിച്ചു. എത്രമാത്രം അപകടം നിറഞ്ഞതാണ് ആ ശസ്ത്രക്രിയ എന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അവരോട് പറഞ്ഞു. അങ്ങനെ 1987 സെപ്റ്റംബർ 5 ആ ഓപ്പറേഷൻ നടക്കുകയാണ്. ഏവരും അല്പം നെർവസ് ആയിരുന്നെങ്കിൽ പോലും വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ബെന്നും ടീമും ഓപ്പറേഷൻ നിർവഹിച്ചു. ഓരോ നിമിഷത്തിലും തന്റെ പഴയകാലവും അമ്മയുടെ വാക്കുകളും തന്റെ വിഷനും ബെന്നിന്റെ ഉള്ളിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സെപ്റ്റംബർ 6 വൈകിട്ട് 3 മണിയോടെയായിരുന്നു ഓപ്പറേഷൻ അവസാനിച്ചത്. ഓപ്പറേഷൻ വളരെയധികം വിജയകരമായിരുന്നു. അത്രമേൽ റിസ്ക് ഉള്ള ഓപ്പറേഷൻ ബെന്നും സംഘവും ആ ഒരു കാലഘട്ടത്തിൽ അത്രമേൽ വൈദഗ്ധ്യത്തോടെ നിർവഹിച്ചു. ദൈവത്തിന്റെ കൈകൾ അന്ന് ബെന്നിന്റെ കൈകളെ വിളിക്കപ്പെട്ടിരുന്നു. ഇരട്ടക്കുട്ടികളുടെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞു കിടക്കുന്ന തന്റെ 2 മക്കളെയും കണ്ട് ഏറെ സന്തോഷിച്ചു. അത് ബെന്നിന് വളരെ വലിയ പേരും പ്രശസ്തിയും നേടിക്കൊടുത്തു. ഒരിക്കൽ മന്ദബുദ്ധിയെന്ന് ഏവരും പുച്ഛിച്ചു തള്ളിയ ഒരു കുട്ടി ദൈവത്തിന്റെ കൈകളുമായി അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ബെൻ വീണ്ടും 5ഓളം സയാമീസ് ഇരട്ടകളുടെ ഓപ്പറേഷൻ നിർവഹിച്ചു. അതേ ആശുപത്രിയിൽ പീഡിയാട്രിക് ന്യൂറോ സർജറിയുടെ ഹെഡായി ഡോക്ടർ ബെൻ വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്കായി അദ്ദേഹവും ഭാര്യയും ചേർന്ന് കാഴ്സൺ സ്കോളർഷിപ്പ് വരെ അവതരിപ്പിച്ചു. വീണ്ടും ഡോക്ടർ ബെൻ തുടർച്ചയായി അച്ചീവ്മെന്റുകൾ നേടിക്കൊണ്ടേയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വരെ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നിരുന്നു. സന്തോഷത്തോടെ അദ്ദേഹവും കുടുംബവും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഡോക്ടർ ബെൻ കാഴ്സന്റെ കഥ പറഞ്ഞ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.